ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി വയർ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മെമ്മറി വയർ ഞാൻ 3 ലെയറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ലെയർ ഫുള്ളായിട്ട് ആവശ്യമായിട്ടുള്ള മെമ്മറി വയർ ഇത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ എഡ്ജ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക. അതിനുശേഷം അതിനൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഫോൾഡ് ചെയ്തൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പ്രസ്സായിരിക്കും. അതിനുശേഷം ഹാൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബീഡ്സ് ആദ്യത്തെ ഒരു ലെയർ കംപ്ലീറ്റ് നമ്മൾ ഒരു ബാങ്കിൾ എടുക്കില്ലേ, അതുപോലെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഞാൻ ഈ ഓറഞ്ച് കളർ പ്ലെയിൻ ആയിട്ട് കോർക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ്, ഗോൾഡ് അല്ല സിൽവർ ബീഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആവുന്നത്. സിൽവർ ബീഡ്സ് വേണമെങ്കിൽ സിൽവർ ബീഡ്സ് എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കോർക്കുന്നത്. അതിനുശേഷം സെൻറ്ററിലുള്ള ഒരു ലെയറാണ് മിക്സ് ചെയ്ത് കോർക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുക. ഒരു ലെയർ ആദ്യം ഫസ്റ്റും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ലെയർ പോലെ ഫിനിഷ് ചെയ്യുക. സെൻറ്ററിൽ ഡിഫറെൻ്റ് ആക്കി കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റി ചെയ്യാം. അല്ലെങ്കിൽ 3 ലെയർ 3 ഡിഫറെൻറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇതേ കണ്ടോ കോർത്ത്. അതിനുശേഷം അടുത്ത ലെയറിലേക്ക് വൈറ്റ് ബീഡ്സ് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഓറഞ്ചും വൈറ്റും. ഓറഞ്ച് നമ്മൾ ചെയ്ത ബീഡ്സ്, വൈറ്റ് ചെറിയ ബീഡ്സ് കണ്ടോ. ആ ചെറിയ ബീഡ്സും കൂടെ കോർത്തെടുക്കുകയാണ്. ഇനി ഇത് ഒരു ലെയർ കംപ്ലീറ്റ് ആവുന്നത് വരെ ഇതുപോലെ കോർത്തെടുക്കുക. ഇനി ഇതിന് പകരം വൈറ്റും സിൽവറും മാത്രമാണെങ്കിലും അങ്ങനെയും കോർത്തെടുക്കാം. വൈറ്റും സിൽവറിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എടുത്തു നിൽക്കുന്നത് വൈറ്റും ഓറഞ്ചും ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് ചെയ്തത് കണ്ടോ. ഇനി ഇത് സെൻറ്ററിൽ മാത്രം ഒരു ലെയർ. അപ്പോൾ ആ ഒരു ലെയർ ഇനി കംപ്ലീറ്റ് ആയി വരണം. ആ ഒരു ലെയർ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഈ വൈറ്റ് ബീഡ്സ് കൂടെ മിക്സ് ചെയ്ത് കോർക്കുന്നു. വൈറ്റ് ഞാൻ കുറച്ച് ചെറുതാണ് എടുത്തിരിക്കുന്നത്, ആ സെയിം വലിപ്പമുള്ളതല്ല. അപ്പോഴാണ് അതിൻ്റെ കുറച്ചൊരു ഭംഗി എടുത്ത് നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കണ്ടല്ലോ. ഇപ്പോൾ കറക്റ്റ് ഇതുപോലെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു ലെയർ ആയി. ഇനി അടുത്ത് ലാസ്റ്റ് ലെയർ പ്ലെയിൻ ആയിട്ട് നമ്മുടെ ബീഡ്സ് കോർക്കുന്നു. അപ്പോൾ കോർത്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഓരോ ലെയർ നമ്മൾ നോക്കി കോർക്കുക. ആ കോർത്തെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഹാങ്ങിങ്സ് കൊടുക്കുന്നു. ഹാങ്ങിങ്സ് നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഹാങ്ങിങ്സ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ കോർക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് എത്ര ലെയർ വേണം, ഇത് 3 ആണ്. 4ഉം 5ഉം ഒക്കെ എടുത്തിട്ട് ഇപ്പം പല വെറൈറ്റിയിൽ ലേഡീസിനൊക്കെ നമുക്കൊക്കെ ചെയ്യാമല്ലോ. ഇത് ഞാൻ കുട്ടികൾക്കുള്ളതാണ് ചെയ്തത്. പക്ഷേ അങ്ങനെയുള്ള പല വിധത്തിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നാച്ചുറൽ ബീഡ്സിലൊക്കെ ചെയ്തെടുക്കാം. കണ്ടല്ലോ. അവസാനം നമ്മൾ അത് ഫിനിഷ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ലാസ്റ്റ് എഡ്ജില്ലേ അത് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ കണക്കിന് കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ. കണ്ടല്ലോ. ഇനി ജസ്റ്റ് അതിനൊന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ബാക്കിലോട്ട് എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഈ പ്ലെയർ വെച്ചിട്ടേ ഇത് പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനൊന്നും പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഇത് ഇങ്ങനെ മെമ്മറി വയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലെയർ തന്നെയാണ് നമുക്ക് ആവശ്യം. അതിനുശേഷം ഞാൻ ഹാങ്ങിങ്സിൽ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് നമ്മളെ എഡ്ജ്, നമ്മുടെ ഹെഡ് പിൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇതൊന്നുകൂടെ കാണിക്കാം. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാനായിട്ട്. ഒരു ഹെഡ് പിൻ എടുക്കുക. ഹെഡ് പിന്നിലേക്ക് നമ്മുടെ ബീഡ്സ് എടുക്കുക. അതിനെന്ത് ചെയ്യുക, നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് മതി, ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഹെഡ് പിന്ന് പെട്ടെന്നൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഫോൾഡായി വരും. അത്ര ഭയങ്കര സ്ട്രോങ് അല്ലേ കേട്ടോ. കണ്ടോ. ഇനി ഞാൻ ഹാങ്ങിങ്സിന് ആവശ്യമായി ചെയിൻ കട്ട് ചെയ്യുന്നു. ചെയിൻ്റെ ലെങ്ത് എത്ര വേണം, നിങ്ങൾക്ക് എത്ര ഹാങ്ങിങ്സ് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതിപ്പോൾ 2 ലെയർ വേണോ എത്ര വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ലെങ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓരോ സൈഡിലും ഓരോ ഹാങ്ങിങ്സ് വീതമാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കണ്ടോ. ഇനി അതിൻ്റെ എഡ്ജിലേക്ക് കണ്ടോ, ഇതെന്ന് പറയുന്നത് ജമ്പിങ് റിംഗ് ആണ്. ജമ്പിങ് റിംഗ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ചെയിനിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ മെമ്മറി വയറിലേക്ക്, നമ്മുടെ ബ്രേസ്ലെറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഹാങ്ങിങ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ബീഡ്സ് ഇല്ലേ അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് കണ്ടല്ലോ. ഇനി അടുത്തത് ഞാൻ ഇത് വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ്. ഹെഡ് പിന്ന് നമ്മൾ അവിടെ കവർ ചെയ്തില്ലേ, ഒരു ബീഡ് എടുക്കുക, ഹെഡ് പിൻ ഇടുക, അതിലേക്ക് നമ്മുടെ നമ്മുടെ ആ ചെയിനില്ലേ, ആ ചെയിന് കൊടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക.
രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അതിനുശേഷം ജമ്പി റിങ് എടുക്കുക, കണക്ട് ചെയ്യുക. വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെയുള്ള കളറിൽ ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തതാണ്. നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് കളറിൽ ചെയ്തെടുക്കാം, നാച്ചുറൽ ബീഡ്സിൽ ചെയ്തെടുക്കാം. ഇനി ബ്രേസ്ലെറ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതിൻ്റെ ബീഡ്സിൻ്റെ സൈസ് മാത്രം മാറ്റിയാൽ മതി. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്താണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.